നാളും കാക്കനാട് സൈക്കിൾ ചവിട്ടുന്നതിനിടെ റോഡിൽ നിന്ന് മറിഞ്ഞ് 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ തെളിയുന്നത് അധികൃതരുടെ ഗുരുതര അനാസ്ഥ. ഒട്ടും വലിപ്പമില്ലാത്ത സംരക്ഷണ ഭിത്തിയാണ് ഇവിടെയുള്ളത്. ഇന്നലെ വൈകിട്ടാണ് കാക്കനാട് മാവേലിപുരം ഫ്ളാറ്റ് സമുച്ചയത്തിൽ റിഹാന ഖാദറിൻ താഴ്ചയിലേക്ക് വീണ് മരിച്ചു. മാവേലിപുരത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. റിഹാന ഖാദറിൻ എന്ന 7ാം ക്ലാസ്സുകാരിയും സഹോദരനും സൈക്കിൾ ഓടിക്കുകയായിരുന്നു. മണ്ണിട്ട് റോഡ് ഉയർത്തിയതിനു ശേഷം അപകടകരമായ ഘടനയാണ് ഇവിടെ റോഡിൻ്റേത്. ഉയരത്തിൽ നിന്നും സൈക്കിൾ ഉൾപ്പെടെ റിഹാന താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. 20 അടിയിലേറെ താഴ്ചയുമുണ്ട്. പേരിന് മാത്രമുള്ള സംരക്ഷണ ഭിത്തി ഒരു കുഞ്ഞിന്റെ ജീവൻ കവർന്നു. റോഡിന്റെ ഉയരം മണ്ണിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ സുരക്ഷിതമായ സംരക്ഷണ ഭിത്തി വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നുവെന്ന് ഫ്ളാറ്റിലെ താമസക്കാർ. ഇത് ഏകദേശം 1.5 മീറ്ററോളം താഴത്തേക്കായിരുന്നു ഇതിൻ്റെ ഇതുണ്ടായിരുന്നത്, സംരക്ഷണ ഭിത്തിയുടെ ഉയരം ഉണ്ടായിരുന്നത്. ഇവിടെ മണ്ണിട്ട് പൊക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇത് മുനിസിപ്പാലിറ്റിക്ക് 23/5/2025 അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ ഒരു അപകട ഭീഷണി നമ്മൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അവിടെ നല്ലൊരു ഫെൻസിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കംപ്ലൈൻറ്റ് നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തിന് മുകളിലായി. എന്നാൽ സ്ഥലം ഫ്ളാറ്റിൻ്റേത് തന്നെയാണ്. സംരക്ഷണ ഭിത്തി ഒരുക്കാൻ ഉടമകൾ തയ്യാറാകാത്തതിനെ തുടർന്ന് സ്വമേധയാ നഗരസഭ ഏറ്റെടുക്കുകയായിരുന്നുവെന്നും ഉടൻ പണി ആരംഭിക്കുമെന്നും കൗൺസിലർ ആയിഷ. ആക്ച്വലി ഇത് മുനിസിപ്പാലിറ്റിക്ക് ഒരു അവകാശവുമില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് ഈ ഫ്ലാറ്റിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഏരിയയാണ്. അത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ 1 വർഷം മുമ്പ് പരാതി കൊടുത്തിരുന്നു. മുൻ കൗൺസിലർ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടതാണ്. അപ്പോൾ എമൗണ്ട് കൂടുതലാണെന്നും പറഞ്ഞ് ഇവർ ചെയ്തില്ല. അപ്പം ഞാൻ ഇലക്ഷൻ ക്യാമ്പയിന് വന്ന സമയത്ത് ഇവർ പറഞ്ഞു അതൊന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ടായത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ വർക്ക് ഓർഡർ ആയിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു അപകടം വന്നത്. സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തി. റിഹാനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബത്തിന് വിട്ടുകൊടുക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.